അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന കൊള്ള രാമഭക്തരെ മാത്രമല്ല രാമജന്മഭൂമി പ്രസ്ഥാനത്തെ പിന്തുണച്ചവരെയും സംഘപരിവാർ അനുഭാവികളെയും എല്ലാം ഞെട്ടിച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെയും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ പ്രചാരണങ്ങളിലൂടെയും നിരവധി കലാപങ്ങളും കൂട്ടക്കൊലപാതകങ്ങളിലൂടെയും നേടിയെടുത്ത ആ ക്ഷേത്രത്തിൽ രാമജന്മഭൂമി പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകരായിരുന്ന VHPയുടെ നേതാക്കൾ ഭാരവാഹികളായ ട്രസ്റ്റിൽ നടന്ന കൊള്ള സംഘപരിവാറിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. വരാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പിൽ വിഷയം തിരിച്ചടിയാകുമോ എന്ന് ഭയന്ന് SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയെങ്കിലും ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ ആരും ഇതുവരെ അറസ്റ്റിലായിട്ടില്ല. ഭണ്ഡാരത്തിലെ പണം എണ്ണാൻ നിയുക്തരായ ജീവനക്കാരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. RSSനെ കുറിച്ചും സംഘപരിവാർ സംഘടനകളെക്കുറിച്ചും എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ടെങ്കിലും അവർ ക്ഷേത്രക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കും എന്ന് പൊതുവെ സമൂഹം വിശ്വസിക്കില്ല. അവരെക്കുറിച്ച് അവർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗുഡ് ഇമേജാണത്. എ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്നാണ് BJP തന്നെ അവരെക്കുറിച്ച് പറയുന്നത്. അതിനർത്ഥം അവർ അഴിമതിക്കാരല്ല എന്ന ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. എന്നാൽ മതവിശ്വാസത്തെ, ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സംഘപരിവാർ അതിനെ ധനസമ്പാദന മാർഗമായി ഉപയോഗിക്കും എന്ന് പറയുന്നത് മറ്റാരുമല്ല, ബാബരി മസ്ജിദ് തകർക്കും മുൻപ് അതിനകത്ത് സ്ഥാപിച്ച വിഗ്രഹങ്ങളുടെ പൂജാരിയായിരുന്ന മഹന്ത് ലാൽദാസ് ആണ്. 1981 മഹന്ത് ലാൽദാസിനെ പൂജാരിയാക്കി നിശ്ചയിച്ചത് ഹൈക്കോടതിയായിരുന്നു. ബാബരി മസ്ജിദ് തകർക്കുന്നതിന് 9 മാസം മുമ്പ് കല്യാൺ സിംഗ് സർക്കാർ മഹന്ത് ലാൽദാസിനെ പൂജാരി സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പൂജാരിയായി നിയുക്തനായത് മുതൽ രാമജന്മഭൂമി മുൻനിർത്തിയുള്ള സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നീക്കത്തെ എതിർത്തതായിരുന്നു അതിന് കാരണം. സംഘപരിവാർ രാമഭക്തരല്ലെന്നും രാമനെ മനുഷ്യരായി കാണുന്നവരാണ് എന്നുമായിരുന്നു ലാൽദാസിൻ്റെ നിലപാട്. അയോധ്യയിലുള്ള കേവലമായൊരു പ്രാദേശിക തർക്കത്തെ രാഷ്ട്രീയവൽക്കരിച്ച് അഖിലേന്ത്യാ തലത്തിൽ സാമുദായിക വിഭജനത്തിനും അതിലൂടെ രാഷ്ട്രീയ അധികാര നേട്ടത്തിനും ശ്രമിക്കുന്നു RSS എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ കാതൽ. സംഘപരിവാർ നീക്കത്തെ എതിർക്കുമ്പോൾ തന്നെ അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കണം എന്ന ആവശ്യക്കാരനും തർക്കത്തിൽ കോടതിയിൽ സാക്ഷിയുമായിരുന്നു ലാൽദാസ്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് പിറ്റേ വർഷം നവംബറിൽ ബാബ ലാൽദാസ് അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെടുന്നതിന് 4 മാസം മുൻപ് മാനുഷി എന്ന മാസികയ്ക്ക് വേണ്ടി മധു പൂർണിമ കിശ്വർ നടത്തിയ അഭിമുഖത്തിൻ്റെ തലക്കെട്ട് തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്നായിരുന്നു. സംഘപരിവാറിൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള രണ്ടാമത്തെ തടസ്സം എന്നായിരുന്നു ലാൽദാസ് സ്വയം വിശേഷിപ്പിച്ചത്. ആദ്യ തടസ്സം ബാബരി മസ്ജിദായിരുന്നു. ആനന്ദ് പട്വർദ്ധൻ്റെ രാം കെ നാം എന്ന സുപ്രസിദ്ധ ഡോക്യുമെൻ്ററിയിലും ബാബ ലാൽദാസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ചും അത് തകർക്കാനുള്ള സംഘപരിവാർ ശ്രമത്തെക്കുറിച്ചും നിരന്തരം സംസാരിച്ച ലാൽദാസ് 80കളിൽ എങ്ങനെയാണ് സംഘപരിവാർ രാമജന്മഭൂമി തർക്കത്തെ ഹൈജാക്ക് ചെയ്തത് എന്ന് ഈ അഭിമുഖത്തിൽ വിശദമായി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് സംഘപരിവാർ തനിക്കെതിരായത് എന്ന ചോദ്യത്തിന് ലാൽദാസ് പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്. 2 കാര്യങ്ങളാണ് അവർ തന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അവർക്ക് അനുകൂലമായി താൻ മാധ്യമങ്ങളോട് സംസാരിക്കണം. 2, രാമജന്മക്ഷേത്രത്തിലേക്ക് വരുന്ന സംഭാവനകൾ VHPക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയണം. ഈ 2 കാര്യങ്ങളെ എതിർത്തതുകൊണ്ടാണ് കല്യാൺ സിംഗ് സർക്കാർ തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്ന് ബാബ ലാൽദാസ് അഭിമുഖത്തിൽ പറയുന്നു. ബാബരി മസ്ജിദ് തകർക്കും മുമ്പ് VHP രാമജന്മഭൂമി പ്രസ്ഥാനം തുടങ്ങും മുമ്പ് തന്നെ രാമക്ഷേത്രത്തിന് സംഭാവന ലഭിച്ചിരുന്നു എന്നാണ് മഹന്ത് ലാൽദാസ് പറയുന്നത്. തുടക്കകാലത്ത് അത് വളരെ ചെറിയ തുകയായിരുന്നു. എന്നാൽ തർക്കമന്ദിരം ആരാധനയ്ക്കായി തുറന്നുകൊടുത്ത ശേഷം പ്രതിവർഷം 5 മുതൽ 10 ലക്ഷം വരെ സംഭാവനയായി ലഭിച്ചിരുന്നു. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിക്കുന്ന തുകയായിരുന്നില്ല അവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് ലാൽദാസ് പറയുന്നു. 1984 തർക്കമന്ദിരം ആരാധനയ്ക്ക് വേണ്ടി തുറന്നുകൊടുക്കാനുള്ള സമരം തുടങ്ങിയതോടെ വലിയ സംഭാവന അവർക്ക് ലഭിക്കാൻ തുടങ്ങി. രാമക്ഷേത്രത്തിൻ്റെ അവകാശികൾ തങ്ങളാണ് എന്ന് വരുത്തി തീർത്തത് ഇതിനു വേണ്ടിയാണ്. തർക്കമന്ദിരം ആരാധനയ്ക്കായി തുറന്നുകൊടുക്കുകയായിരുന്നു തുടക്കത്തിൽ അവരുടെ പ്രക്ഷോഭത്തിൻ്റെ ആവശ്യം. 1986 കോടതി ആ ആവശ്യം അനുവദിച്ചതോടെ സംഘപരിവാർ നിശബ്ദരായെന്നും ഇനി എന്ത് ചെയ്യും എന്നായി എന്നുമാണ് ലാൽദാസ് പറയുന്നത്. പൊടുന്നനെയാണ് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പുതിയ പ്രക്ഷോഭം തുടങ്ങുന്നത്. ഇതോടെ അതുവരെ ലഭിച്ചതിനേക്കാൾ വലിയ തുക സംഭാവനയായി ലഭിക്കാൻ തുടങ്ങി. അഭി തോ യേ ജംഗി ഹേ, കാശി മധുര ബാക്കി ഹേ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അവർ ഉയർത്താൻ തുടങ്ങിയത് ആ ഘട്ടത്തിലാണ്. ശിലാന്യാസത്തിന് അനുമതി ലഭിച്ച ശേഷം താൽക്കാലിക ക്ഷേത്രം പണിയാനുള്ള നീക്കം UP സർക്കാർ തടഞ്ഞതോടെ ക്ഷേത്രം നിർമ്മിക്കാൻ കോൺഗ്രസ് സർക്കാർ അനുവദിക്കുന്നില്ല എന്നായി പ്രചാരണം. 91 കല്യാൺ സിംഗിൻ്റെ നേതൃത്വത്തിൽ BJP അധികാരത്തിലെത്തിയതോടെ കോൺഗ്രസും BJPയും രാമക്ഷേത്രത്തിന് വേണ്ടി ഒത്തൊരുമിച്ച് ഗൂഢാലോചന നടത്തിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. രാമക്ഷേത്രത്തിന് വേണ്ടി VHP 800 കോടി പിരിച്ചു എന്നായിരുന്നു അന്നുയർന്ന ഒരു ആരോപണം. ഇതേക്കുറിച്ചുള്ള മധു കിശ്വറിൻ്റെ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി ഗൗരവമുള്ളതാണ്. പശ്ചിമ ജർമ്മനിയിൽ നിന്നും മാത്രം VHPക്ക് 2 കോടി 10 ലക്ഷം രൂപ സംഭാവന ലഭിച്ചു. ഇതിൻ്റെ രേഖ തൻ്റെ കൈവശമുണ്ട്.
സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഇഷ്ടികകൾ ലഭിച്ചിട്ടുണ്ട്. ഈ തുക മുഴുവൻ 1991 തെരഞ്ഞെടുപ്പിന് മുമ്പ് വീതിച്ചെടുത്തു എന്നാണ് ലാൽദാസിൻ്റെ ആരോപണം. കൃത്യം എത്ര തുക ലഭിച്ചുവെന്ന് തനിക്ക് അറിയില്ലെന്നും ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും അദ്ദേഹം പറയുന്നു. 800 കോടി എന്നാൽ 1991 എത്ര വലിയ തുകയാണെന്ന് ഓർത്തു നോക്കുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ തുക പിൻവലിക്കാൻ BJPക്ക് അനുമതി നൽകിയതിൻ്റെ പേരിൽ മാത്രം രാമചന്ദ്ര പരമഹംസർ 30 ലക്ഷം രൂപ കമ്മീഷൻ വാങ്ങിയെന്നും അഭിമുഖത്തിൽ ആരോപിക്കുന്നു. ടാറ്റ, ബിർള, ഡാൽമിയ തുടങ്ങിയ കോർപ്പറേറ്റുകളും സംഘപരിവാറിന് വലിയ തുക സംഭാവനയായി നൽകിയെന്ന് അദ്ദേഹം പറയുന്നു. സംഘപരിവാർ സൃഷ്ടിക്കുന്ന ബഹളത്തിനിടയിൽ ജനശ്രദ്ധ മാറിയാൽ തങ്ങൾക്ക് അനുകൂലമായ സർക്കാർ തീരുമാനങ്ങൾ ജനം ശ്രദ്ധിക്കാതിരിക്കാനാണ് ഇത് എന്നായിരുന്നു ലാൽദാസിൻ്റെ വാദം. ഇത് ലഭിച്ച സംഭാവനകൾ പാർട്ടി ഫണ്ടാക്കി മാറ്റിയ കഥ. 8,000-ഓളം ക്ഷേത്രങ്ങളുള്ള അയോധ്യ സംഘപരിവാർ എങ്ങനെയാണ് കീഴടക്കിയത് എന്ന വിവരണവും ലാൽദാസ് അഭിമുഖത്തിൽ നൽകുന്നു. RSSകാർ ഓരോരുത്തരായി അയോധ്യയിൽ എത്തിച്ചേരുകയും അഖാഡകളിൽ നുഴഞ്ഞു കയറുകയും അവിടെയുള്ള ഗുരുക്കളായ സന്യാസിമാരെ പുറന്തള്ളുകയുമായിരുന്നു. എതിർത്ത 60ഓളം സന്യാസികൾ അയോധ്യയിൽ വധിക്കപ്പെട്ടു. തന്നെയും കൊല്ലാൻ നിരവധി ശ്രമങ്ങളുണ്ടായി. വീടിന് ബോംബെറിഞ്ഞു. തന്നെ കൊല്ലാൻ VHP നേതാവ് വിനയ് കത്യാർ ഒരു യജ്ഞം തന്നെ നടത്തിയെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇത് പറഞ്ഞ് മാസങ്ങൾക്കകം ലാൽദാസ് കൊല്ലപ്പെടുകയും ചെയ്തു. ആരാണ് കൊന്നത് എന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. BJPയെയും കോൺഗ്രസിനെയും ഒരേപോലെ വിമർശിക്കുന്ന ലാൽദാസ് ഒരു കമ്മ്യൂണിസ്റ്റാണ് എന്നായിരുന്നു സംഘപരിവാർ പ്രചരിപ്പിച്ചത്. ഇക്കാര്യവും മധു കിഷോർ ലാൽദാസിനോട് ചോദിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകളും പിഴച്ചുപോയി എന്നാണ് ലാൽദാസിൻ്റെ മറുപടി. 89 മുതൽ 91 വരെ ഫൈസാബാദിൽ MP ആയിരുന്നത് CPI-കാരനായ മിത്രാസൻ യാദവ് ആയിരുന്നു. അയാൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഒന്നും ചെയ്തില്ല എന്നാണ് ലാൽദാസ് പറയുന്നത്. മിത്രാസൻ പിന്നീട് SP വഴി BSPയിലെത്തി പിന്നീടും ഫൈസാബാദിൽ നിന്ന് തന്നെ MP ആയി. സത്യം പറയുന്നതാണോ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാൻ കാരണമെന്നായിരുന്നു ലാൽദാസിൻ്റെ മറുചോദ്യം. ഈ അഭിമുഖത്തിൽ ലാൽദാസ് ഗുരുതരമായ മറ്റൊരു കാര്യവും ആരോപിക്കുന്നുണ്ട്. ഗോൾവാർക്കറുടെ പുസ്തകത്തിൽ രാമനെയും കൃഷ്ണനെയും ദൈവമായിട്ടല്ല മനുഷ്യരായിട്ടാണ് കാണുന്നത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ആര്യസമാജികളായ വിഗ്രഹാരാധനയെ എതിർക്കുന്ന സംഘപരിവാർ വിശ്വാസത്തെ ഹൈജാക്ക് ചെയ്യുകയാണെന്നും അതുവഴി രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. 1949 ശേഷം ബാബരി മസ്ജിദിൻ്റെ ഖബറിസ്ഥാൻ പ്രദേശത്ത് മുസ്ലിങ്ങൾ തന്നെ കൈമാറിയ ഭൂമിയിൽ 8ഓളം ക്ഷേത്രങ്ങൾ പണികഴിപ്പിച്ചിരുന്നു. ഈ ക്ഷേത്രങ്ങൾ സംഘപരിവാർ പ്രവർത്തകർ തന്നെ തകർത്തുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. മതവിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ ശബ്ദിച്ചതാണ് ബാബ ലാൽദാസ് കൊല്ലപ്പെടാൻ കാരണം. അന്ന് ലാൽദാസിനെ ഇൻ്റർവ്യൂ ചെയ്ത മധു പൂർണിമ കിഷോർ അക്കാലത്ത് അറിയപ്പെടുന്ന ഫെമിനിസ്റ്റും മാനുഷി എന്ന മാസികയുടെ എഡിറ്ററുമായിരുന്നു. ഇതേ മധു കിഷോർ 2014 മോദി അധികാരത്തിലെത്തിയപ്പോൾ മോദി അനുകൂലിയായി മാറി. 2014 മോദിയുടെ ജീവചരിത്രം എഴുതി പൂർത്തിയാക്കി. എന്നാൽ വളരെ പെട്ടെന്ന് അവർ മോദിയിൽ നിന്ന് അകലം പാലിച്ചു. എപ്സ്റ്റീൻ ഫയൽ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വന്ന ശേഷം അവർ മോദിക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വീണ്ടും രംഗത്തെത്തി. ഹിന്ദുത്വവാദിയായിരിക്കെ തന്നെ ഇന്ന് വലിയ മോദി വിമർശക കൂടിയാണ് മധു കിഷോർ.